ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1200-ാം ആണ്ട് കന്നിമാസം 4-ാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 29-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:15 അസ്തമയം വൈകുന്നേരം 6:16 നാളത്തെ തിഥി തൃതീയ തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച പുലർച്ചെ 5:15 അശ്വതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ 2:45 അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മേടക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അശ്വതി നക്ഷത്രപ്രകാരം, അതായത് നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ശനിയാഴ്ച പുലർച്ചെ 2:45 വരെയുണ്ട്. അപ്പോൾ ഈ സമയം വരെയും അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഏതൊക്കെ നാളുകാർക്കാണ് എന്നുള്ളതാണ് ഈ പറയുന്നത്. രേവതി, അവിട്ടം, പൂരുരുട്ടാതി, ആയില്യം, മകം, മൂലം, പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രേവതി, അവിട്ടം, പൂരുരുട്ടാതി, ആയില്യം, മകം, മൂലം, പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന, നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ചൊക്കെ അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് വിശ്വാസത്തോടു കൂടി അംഗീകരിക്കുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്, അതായത് അശ്വതി നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച പുലർച്ചെ 5:15 മുതൽ ശനിയാഴ്ച പുലർച്ചെ 2:45 വരെയുള്ള സമയത്ത് ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ, ദുരനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ചതയം, ഉത്രട്ടാതി, തിരുവോണം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 100% വന്നു ചേരുമെന്ന് ഭയപ്പെടേണ്ട. ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ ഇവരെ തേടി, ഈ നാളുകാരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം, പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടാതെ സൂക്ഷിക്കണം, പരാജയങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്ന കാര്യം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 20 ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യകളൊക്കെ ഒറ്റസംഖ്യയാക്കുമ്പോൾ 2 വരുന്നത്. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പച്ച, വെള്ള എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ ഉള്ളവർ ധരിച്ചാൽ, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉത്തമമായ ഫലങ്ങൾ നാളത്തെ ദിവസം പ്രിയപ്പെട്ടവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ജീവിത പുരോഗതിക്ക് വളരെയേറെ അനിവാര്യമായ കാര്യങ്ങളാണ് ജ്യോതിഷത്തിൽ കൂടി പറഞ്ഞിരുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക, നല്ല ജീവിതാനുഭവങ്ങൾ നേടുക, ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുക, അഭിവൃദ്ധി ഉണ്ടാക്കുക. അതൊക്കെ സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കണം. അപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാർക്ക് നാളത്തെ ദിവസം, അശ്വതി നക്ഷത്ര ദിവസം, വെള്ളിയാഴ്ച ദിവസം, ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് സ്വാധീനമുള്ള ദിവസം. അപ്പോൾ നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരുടെ ജീവിതാനുഭവങ്ങൾ ശുക്രനെ ബേസ് ചെയ്തായിരിക്കും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തായിരിക്കും. ശുക്രനാണ് ബലം. ചന്ദ്രനും ഏകദേശം ബലമുണ്ട്. ചന്ദ്രൻ പൗർണമി കഴിഞ്ഞു തൃതീയ തിഥി വരെയായി, പഞ്ചമി വരെ ബലത്തോടുകൂടി നിൽക്കും. അതിനുശേഷം ബലമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പിന്നെ കൃഷ്ണപക്ഷ ചന്ദ്രനായി മാറുകയാണ്. അപ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് നാളെ 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത്. ശുക്രൻ വെള്ളിയാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ച് അവിടെ കേന്ദ്രഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ കന്നി രാശി വിട്ട്
തുലാം രാശിയിലേക്ക് ശുക്രൻ്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് കടന്നു വന്ന് അവിടെ നിൽക്കുന്നു. 27-ാം തീയതി വരെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ശുക്രൻ മേടക്കൂറുകാർക്ക് നാളത്തെ ദിവസം എന്താണ് നൽകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ജ്യോതിഷം പറയുന്നത് കേന്ദ്രഭാവമായ 7-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്നാണ് എല്ലാവരും പറയുക. കാരണം ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപൻ അല്ലെങ്കിൽ ദാമ്പത്യ വിവാഹ കാരക ഗ്രഹമായ ശുക്രൻ 7-ാം ഭാവമായ വിവാഹ ജീവിത ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഈ ശുക്രൻ സ്വക്ഷേത്രമായി നിൽക്കുന്നത് കൊണ്ട്, കേന്ദ്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുകയില്ലെന്നും ജ്യോതിഷത്തിൽ അഭിപ്രായമുണ്ട്. മാത്രമല്ല തുലാം രാശിയിൽ സൂര്യൻ നീചനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. സൂര്യനും ശുക്രനും ശത്രു ഗ്രഹങ്ങളാണ്. ശത്രുത നിറഞ്ഞ അനുഭവത്തോടു കൂടിയാണ് ശുക്രൻ തുലാം രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാര്യാസുഖമുണ്ടാകാം, കുടുംബസുഖമുണ്ടാകാം, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കുറേ ചീത്ത അനുഭവങ്ങളും ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അന്യ സ്ത്രീകളിൽ താല്പര്യം തോന്നാം, കാമകലകളിൽ സാമർഥ്യം കാണിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ തെറ്റായ മാർഗത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ സാധ്യതകളും ഉണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള തെളിവെന്ന് പറഞ്ഞാൽ 7-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ 7-ാം ഭാവത്തിൽ നിന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും. 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാലോ ദാമ്പത്യ ജീവിത വിജയമുണ്ടാകും. പക്ഷെങ്കിൽ ഇവിടെ സൂര്യൻ ബലവാനല്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകും. ഭാര്യാസുഖം, ഭർത്തൃസുഖം, കുടുംബസുഖം, സന്താനഭാഗ്യം, അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും ഒരു കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് പെട്ടെന്ന് നനച്ചിരിക്കാത്ത നേരത്തെ ഒരു കലഹത്തിലോ അല്ലെങ്കിൽ ഒരു പിണക്കത്തിലോ അഭിപ്രായ വ്യത്യാസത്തിലോ ഒക്കെ ചെന്ന് പെടുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ചാൽ നാളത്തെ ദിവസം ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. വലിയ അധ്വാനമില്ലാതെ പ്രവൃത്തികൾ ചെയ്ത് ധനം സമ്പാദിക്കാനും അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും ജ്യോതിഷം പറയുന്ന കാര്യമാണ്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം സ്വക്ഷേത്രമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നു. ശുക്രൻ തന്നെ നിൽക്കുന്നത് ശത്രുതയിലാണ്, സൂര്യനുമായിട്ട് ശത്രുതയിലാണ് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ, ശത്രുക്കൾ മുഖേനയുള്ള ഉപദ്രവങ്ങൾ, ദോഷങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അന്യജനങ്ങളിൽ നിന്ന് ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമല്ല. പല കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 5-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ബുദ്ധി പ്രവർത്തിക്കുന്ന, നല്ല ബുദ്ധിപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നൊരു ദിവസമാണ്. പെൺമക്കൾ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനനേട്ടം, കീർത്തി, കാര്യവിജയം, നേതൃപാടവം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അങ്ങനെയുള്ള നല്ല ബന്ധത്തിൽ കൂടി നാളത്തെ ദിവസം ഈ മിഥുനക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു സമയത്താണ്. അപ്പോൾ അവർക്ക് ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചെറിയ ദോഷങ്ങളൊക്കെ ഇവർക്കുണ്ട്. എങ്കിലും നാളത്തെ ദിവസം ശുക്രൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ നേട്ടമാണ് വന്നു ചേരേണ്ടത്. മാതൃസ്വത്ത് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യം കൂടിയാണ് ഇവർക്ക് വന്നു ചേരുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം, ഉദ്യോഗത്തിൽ ഉയർച്ച, അങ്ങനെ പല കാര്യങ്ങളിലുള്ള നേട്ടങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. സ്വക്ഷേത്രമായി ശുക്രൻ 4-ൽ നിൽക്കുന്നത് ഗുണപ്രദമാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. സ്വക്ഷേത്രമായി 4-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കർക്കിടകക്കൂറുകാർക്ക് വളരെ നേട്ടം കൊടുക്കുന്നൊരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവരുടെ കുടുംബത്തിൻ്റേതായ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ, കുടുംബത്തിൻ്റേതായ സ്ഥിതി, ധനസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര തൃപ്തികരമായ അനുഭവത്തിൽ കൂടിയല്ല കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത്. നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കണം, അത് ധരിക്കണം, അത് ധരിച്ച് ഒന്ന് വിലസണം എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നിരുന്നൊരു ദിവസമാണ്. ചിലർക്ക് അത്യാഗ്രഹം വർദ്ധിക്കും, ചിലർ നല്ല രീതിയിൽ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നേടുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ചിലർക്ക് നേത്ര രോഗമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള അനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർ കടന്നു പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. പരധനം കയ്യിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ബുദ്ധിശക്തി വർദ്ധിച്ച് അതുമുഖേനയുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ധനലാഭം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റി അവർ മുഖേനയുള്ള നേട്ടങ്ങൾ കൈവശമാക്കാൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെ കലാകാരന്മാരും ഗായകരും ഒക്കെ ഗാനരചയിതാവ് ഉൾപ്പെടെയുള്ള കലാകാരന്മാരൊക്കെ നാളത്തെ ദിവസം ശോഭിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രനോടൊപ്പം സൂര്യനുണ്ട്. അത്ര നല്ല അനുഭവത്തെ കൊടുക്കത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് മോശമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ജന്മഭാവത്തിൽ നിന്നാൽ നല്ല ശരീരമുണ്ടാകും, സൗന്ദര്യമുണ്ടാകും, അറിവുള്ളവനായി മാറും, കീർത്തിയും സൗഭാഗ്യവും സമ്പത്തും ഒരിക്കലും നശിക്കാതെ സമ്പത്തും ഒക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം തുലാക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യനും കൂടി തുലാൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാന്തരം കേട്ട നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ നിന്നാൽ ബന്ധുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങളൊക്കെ വന്നു ചേരും. കപടഹൃദയരെന്ന് മറ്റുള്ളവർ വിളിക്കപ്പെടും. മലിന ഹൃദയമുള്ളവരെന്ന് മറ്റുള്ളവർ വിളിക്കപ്പെടും. ധനം, സുഖം, കുടുംബജീവിതം എന്നിവയിൽ ഉയർച്ച താഴ്ച ഉണ്ടാകും. സാമ്പത്തികമായ ഇടപാടുകളൊക്കെ വാക്കുപാലിച്ച് അത് കൃത്യമായി കൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടപാടുകളൊക്കെ പൂർണ്ണമായിട്ട് നടത്തി വിജയിച്ച് നാളത്തെ ദിവസം നേട്ടം വന്നു ചേരുവാൻ സാധ്യത കുറവാണ്. എങ്കിലും ഏറെക്കുറെ പ്രതീക്ഷിക്കാം. കാരണം ബന്ധുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങളും അങ്ങനെയുള്ള ധനം, സുഖം, കുടുംബം എന്നിവയിൽ ഉയർച്ച താഴ്ചകളൊക്കെ വന്നു ചേരുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് തൃപ്തികരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാരെ കലകളിൽ താല്പര്യമുള്ളവരാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെ അവർ പ്രശസ്തിയും അംഗീകാരവും ബഹുമതിയും ഒക്കെ നേടും. അതുപോലെ തന്നെ സൽഗുണ സമ്പന്നരായി അവർ ജീവിതത്തിൽ എന്നും നിലനിൽക്കും. അപ്പോൾ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒക്കെ അവരുടെ പുറകെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം പ്രതീക്ഷ കൈവിടാതെ പോകുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പുരുട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങളാൽ അറിയപ്പെടുന്നവരായി തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മിക്ക ആൾക്കാരും കുംഭക്കൂറിൽപ്പെട്ട 3 നക്ഷത്ര ജാതകരും സ്വയം ഭാഗ്യം നേടുന്നൊരു ദിവസമായിരിക്കും. നല്ല ആരോഗ്യമുള്ള ദിവസമായിരിക്കും. സകല ഭാഗ്യങ്ങളും ഇവർക്ക് സ്വന്തമാക്കാൻ അനുകൂലമായ ദിവസമാണ്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഭാഗ്യാനുഭവങ്ങളെ കൊടുക്കും. അവർക്ക് അങ്ങനെ ധനനേട്ടവും കാര്യവിജയവും ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങളെ കൊടുക്കുമെന്നുള്ളത് നാളത്തെ ദിവസം ഈ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്ന ആളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ദീർഘായുസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കൃഷി മുഖേനയുള്ള നേട്ടങ്ങൾ, ചിട്ടി മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിരുന്ന ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെ സകലവിധ ഭാഗ്യങ്ങളും ഇവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.